ക്രുവൽ ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിശ്വാസത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശ്വാസം ദൈവത്തിൽ നിന്ന് വലുതാണ്. ദൈവത്തിൻ്റെ വിശ്വാസമാണ്. യേശു മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളവരായിരിക്കും. റോമർ 12 വരുമ്പോൾ എല്ലാവർക്കും അതതിൻ്റെ അളവിൽ ദൈവം നൽകിയിരിക്കുകയാണ്. പക്ഷേ നമ്മളത് വ്യാപാരം ചെയ്യണം. 10 താലന്ത് കൊടുത്തവൻ 10 നേടി, 5 താലന്ത് കൊടുത്തവൻ 5 നേടി, 2 താലന്ത് കൊടുത്ത 1 താലന്തോളം കുഴിച്ചിട്ടു. അപ്പം നമ്മൾ വ്യാപാരം ചെയ്യണം. ഞാൻ എപ്പോഴും പറയും, ഒരു മസിൽസ് ഒരു ബോഡി ബിൽഡർ ഡെവലപ്പ് ചെയ്യുന്ന പോലെ ദൈവം നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിത്തുണ്ട്. ആ വിത്തിനെ വെള്ളവും വളവും കൊടുക്കുമ്പോൾ അതൊരു വൃക്ഷമായി വളരുന്നത് പോലെ നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയും, ഇവിടെ ഇങ്ങനെ പറയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും. കർത്താവ് പറയുന്ന ഒരു തലമുണ്ട്, ഒരു മനുഷ്യൻ വയലിൽ വിത്തിട്ടു, അവൻ ഉണ്ടും ഉറങ്ങിയും ഇരുന്നവൻ അറിയാതെ മുളച്ചു വന്നു. അപ്പം നമ്മളത് വിതച്ചു വിശ്വാസം നമ്മുടെ ഉള്ളിൽ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം എനിക്ക് മറുപടി തരും, ഞാൻ ആ നന്മ കാണും, ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞു എന്നുള്ള വിശ്വാസമാണ്. യേശു അതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുള്ള ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് ഒടുവിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും whenever you pray you believe that you already received, then you will have. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഒരിക്കൽ പാസ്റ്റർ കെ.സി. ജോൺ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്, നിങ്ങളൊരു ഒരു 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 പരിചയമുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ വസ്തുവിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഇടപാടുകൾ ഭൂമി വിഷയത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കരാറിൽ വേണേൽ ടോക്കൺ അഡ്വാൻസിന് പകരം ആ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ. അപ്പോൾ ആ എഴുതുന്നതിന് മുമ്പ് ആ ഡോക്യുമെൻ്റ് അത് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തോട് നമ്മൾ പറയുക, കർത്താവേ ഞാനിത് വിശ്വസിക്കുന്നു, കാരണം നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമാണ്, നീ എനിക്ക് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞു. അതാണ് വിശ്വാസം എന്നതോ, എബ്രായലേഖനം 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. Faith is substance of things and hope for and evidence of things not yet seen. അതായത് കാണുന്നില്ല പക്ഷെ ഉറപ്പാ. തോമസ് പറഞ്ഞു, ആ വിലാവിൽ ആ വിരൽ പതിപ്പിച്ച് കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. വീണ്ടും യേശു പ്രത്യക്ഷപ്പെട്ടു, തോമസെ വരാൻ പറഞ്ഞു. തോമസോടുള്ളപ്പോഴും നീ കണ്ടു വിശ്വസിച്ചു. ബ്ലസ്സഡ് ആർ ദോസ് ഹു ആർ നോട്ട് സീൻ ആൻഡ് ബിലീവ്ഡ്. അവർ കാണാതെ വിശ്വസിച്ചവർ. അപ്പോൾ നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മൾ പറയുമോ, എനിക്കറിയാം, അല്ലാതെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്, കാലാവസ്ഥയ്ക്കൊരു വ്യതിയാനം വരും എന്ന് പറയുന്ന പോലുള്ള ചിന്താഗതിയല്ല. ഇത് ഉറപ്പാണ്. നമ്മൾ നഗ്ന നേത്രത്തിന് കാണുന്ന പോലെ ഉറപ്പാണ്. അബ്രഹാമിനോട് ചോദിച്ച അബ്രഹാം പറയും, ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അപ്പം ചോദിക്കും, നിനക്ക് എത്ര വയസ്സുണ്ട്? താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 100 വയസ്സ് അടുത്താകുന്നു. എന്നാണ് ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞത്? ദൈവം എന്നോട് പറഞ്ഞത് 75-ാമത്തെ വയസ്സിലാണ്. ദൈവം ഒത്തിരി മുമ്പേ. എന്നിട്ട് ഈ വാർദ്ധക്യത്തിൽ നിങ്ങൾ ഏകദേശം 100 വയസ്സുള്ളവനായല്ലോ, നിങ്ങളുടെ ശരീരം നിർജ്ജീവമായി പോയല്ലോ, നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രം നിർജ്ജീവമായല്ലോ, ജീവനില്ലല്ലോ, ചലനങ്ങളില്ലല്ലോ, പല മെഡിക്കൽ സയൻസും നോ പറഞ്ഞതല്ലേ, എല്ലാവരും നിങ്ങളെ റിജക്റ്റ് ചെയ്തതല്ലേ? അതെ അതൊക്കെ ഫാക്റ്റാ. പക്ഷെ ഒരു സത്യമുണ്ട്, ഈ പ്രപഞ്ചത്തെ ഉള്ളംകരങ്ങളിൽ വഹിച്ചിരിക്കുന്ന വായിലെ വാക്കുകൊണ്ട് ഇതിനെ മുഴുവനും ഉളവാക്കിയ ദൈവം എന്നോട് പറഞ്ഞു, യു വിൽ ബി എ ഫാദർ ഓഫ് മെനി നേഷൻ. നീ വിശ്വാസികളുടെ പിതാവായിരിക്കും. ഒരു കുട്ടി പോലും ഇല്ലാത്ത എന്നോട് ദൈവം പറഞ്ഞെങ്കിൽ ദൈവം അത് തരാൻ ശക്തനാ. ആമേൻ. എന്താണെന്നറിയാമോ? ആത്മ മണ്ഡലത്തിൽ ആ ഇസ്ഹാക്കിനെ അബ്രഹാം കണ്ടു. ആ കണ്ടതാണ് വെളിപ്പെട്ട് വരുന്നത്. അതാണ് നമ്മൾ കൺസീവ് ചെയ്യാന്നൊക്കെ പറയുന്നത്.
ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഹൃദയത്തിൽ സ്വീകരിക്കുക, വിശ്വസിക്കുക. ഓ രബാല രബ ഷീബാല ബാല രബ ധനാരബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിഷയങ്ങളുടെ മേൽ ഒരു മറുപടി കാണാത്ത ചില വിഷയങ്ങളുടെ മേൽ നിന്റെ അത്ഭുതം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. വരുവാനുള്ളവൻ വരും, നിശ്ചയം താമസിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ പോലെ എൻ്റെ നീതിമാൻ മൈ റൈച്ചസ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അല്പം താമസിച്ച് നീ പരിഭവപ്പെടരുത്, പരാതിപ്പെടരുത്, തളർന്നു പോകല്ലേ. അത് വരും, അത് വരും. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. അത് വരും, നിന്നെ തേടി വരും. അതാണ് 23-ാം സങ്കീർത്തനം. എവരി ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഫോർ ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. നീ അതിൻ്റെ പുറകെ കുഞ്ഞെ പോകണ്ട, നിന്നെ തേടി ആ നന്മകൾ വരും. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിടുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് മുൻപേ നമ്മൾ വിശ്വസിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനോട്, മോനെ നിനക്ക് ഞാനൊരു സൈക്കിൾ മേടിച്ചു തരാം. ആ കുഞ്ഞ് പപ്പയുടെ വാക്ക, മമ്മിയുടെ വാക്ക കുഞ്ഞ് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി കുഞ്ഞ് മറ്റു പലരോടും പറയും. മറ്റു പലരോടും ഈ കുഞ്ഞ് പറയാൻ തുടങ്ങി, എനിക്ക് ഡാഡി അത് മേടിച്ചു തരാമെന്ന് പറഞ്ഞു, മമ്മി എനിക്ക് അത് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അത് വിശ്വാസം. അതാണ് വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു. അതാണ് 2 കൊരിന്ത്യർ 4:13. വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു, വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു, വിശ്വസിച്ചു, അതുകൊണ്ട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ അതേ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ, കേട്ടാട്ടെ, വിശ്വസിച്ചാട്ടെ, അതേ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ സംസാരിക്കുന്നു. അതേ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചു, അത് ഞങ്ങൾ സംസാരിക്കുന്നു. വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ, if you have faith, the sign that you will be talking others. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ വിശ്വാസൻ്റെ വാക്കുകൾ പറയും. നിങ്ങൾക്കറിയാം, അത് പറഞ്ഞവൻ മാറത്തില്ല. ആകാശം മാറും, ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം മാറിപ്പോകത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ കുഞ്ഞുങ്ങളെ, ആ വാർദ്ധക്യത്തിൽ താൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് ഇസഹാക്ക്. തൻ്റെ കണ്ണിന് മുമ്പിൽ തൊടാൻ കഴിയത്തക്കവണ്ണം, സ്നേഹിക്കാൻ കഴിയത്തക്കവണ്ണം, തലോടാൻ കഴിയത്തക്കവണ്ണം, ഫീഡ് ചെയ്യാൻ തക്കവണ്ണമായി ഒരു ഇസഹാക്കിനെ ദൈവം കൊടുക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവവേദലേ, ദൈവം നിനക്ക് വേണ്ടി അത് ഒരുക്കാൻ പോയി നാളുകളിൽ. ആമേ, ഞാനതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും, ഏലിയുടെ മുമ്പിൽ വന്ന് ഹന്ന പറഞ്ഞു, ഞാൻ ഇതിനാണ് കരഞ്ഞ്, ഈ തലമുറയ്ക്കാണ് ഞാൻ കരഞ്ഞ്, ഇതാണ് എൻ്റെ വാഗ്ദത്തം, ഇതാണ് ദൈവം എന്നോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞില്ലേ വീഞ്ഞിറങ്ങിയെന്ന്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയുള്ള സ്ത്രീയല്ല. എൻ്റെ ഹൃദയം ദൈവസന്നിധി, ജസ്റ്റ് ഐ വാസ് pour out my heart unto God. ഞാൻ ദൈവത്തോട് എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ജീവിതമേ, വിശ്വാസം നിലനിൽക്കാൻ തുടങ്ങിയാൽ എല്ലാം വന്ന് ചേരും കേട്ടോ. വചനം പറയും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ആമേൻ. ഹി ഗിവ്സ് റിവാർഡ്സ് for those who seek him diligently. അവനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നതിന് വേണ്ടി അവൻ അളവില്ലാതെ ദൈവം നന്മകൾ. കാരണം ഈ ദൈവം നിന്നെ കൈവിടുകയില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതേ ശക്തി നിങ്ങളുടെ മേലുണ്ട്, അതേ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്, അതേ ജീവൻ നിങ്ങളുടെ മേലുണ്ട്. അതേ ജീവൻ നിങ്ങളിലൂടെ ചലിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വലിയൊരു തലം വെളിപ്പെടുകയാണ്. ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി, ഇതുവരെ വിശ്വസിക്കാത്തൊരു ദൈവപ്രവൃത്തി, ഇതുവരെ കാണാത്തൊരു ദൈവം. ഞാൻ ഇതിനൊക്കെ അർഹനാണോ? കർത്താവെ, ഞാൻ ഇതിനൊക്കെ യോഗ്യനാണോ എന്ന് ചോദിക്കത്തക്ക തലത്തിൽ ദൈവം ഇത് ചെയ്യാൻ പോവാ. ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? യഹോവകൾ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇറ്റ് ഈസ് മാർവൽ എമംഗ് മെൻ. അങ്ങനെ ഒരു ചോദ്യം മറ്റുള്ളവർ അത്ഭുതപ്പെടുമാറും. അവൻ അതിന് യോഗ്യതയുള്ളവനായിരുന്നില്ലല്ലോ, അവൾ അതിന് യോഗ്യതയുള്ളവളായിരുന്നില്ലല്ലോ, ആ കുഞ്ഞിന് അത്രയും അത് ക്വാളിഫൈഡ് അല്ലായിരുന്നല്ലോ. എവിടുന്ന് വന്നു ദൈവത്തിൻ്റെ ശക്തി? എവിടുന്ന് വന്നു ദൈവത്തിൻ്റെ അഭിഷേകം? എവിടുന്ന് വന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ? ഒരു അഭിഷേകം നിങ്ങളെ തൊടുകയാണ്. ഒരു ജീവൻ നിങ്ങളിൽ മേൽ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയാണ്. ഇല്ലാത്തത് ഉളവാകുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്ന, ഞാൻ പ്രവചിക്കുകയാണ്, അസ്ഥി താഴ്വര സൈന്യമാകുകയാണ്, ഞരമ്പ് വെക്കുകയാണ്, മാംസം പിടിക്കുകയാണ്, തൊക്ക് പുതിയാണ്, സൈന്യമായി എഴുന്നേൽക്കുകയാണ്, ജീവൻ പ്രാപിക്കുന്നു. വിശ്വസിക്കുന്നവരിലേക്ക് അത് വ്യാപരിക്കുന്നു. ഇപ്പോൾ തന്നെ അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആത്മാവിൻ്റെ ശക്തി ഇറങ്ങുന്നു.
ദുഃഖങ്ങൾ പൊട്ടിമാറുന്നു, വന്ധ്യതകൾ മാറട്ടെ. ആ ഗർഭപാത്രങ്ങളെ നോക്കി, ശരീരങ്ങളെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു, ഇല്ലാത്തതുളവായി വരട്ടെ. ഒരു കുഞ്ഞിനെ വഹിക്കാൻ തക്കവണ്ണം ശക്തി ഉണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ. ഇല്ലാത്തതുളവായി വരട്ടെ. ഇല്ലാത്ത ശൂന്യമായ അക്കൗണ്ടുകളെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു, നന്മകൾ വെളിപ്പെട്ട് വരട്ടെ, നന്മകൾ വെളിപ്പെടട്ടെ, ഉണ്ടാകട്ടെ. എത്ര പേര് അതിന് ആമേൻ പറയും, എത്ര പേര് അതിന് ആമേൻ കമൻറ്റ് ചെയ്യും? യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകട്ടെ, വർദ്ധിക്കട്ടെ. ശൂന്യതകളെ നോക്കി ഞാൻ പറയുന്നു, ജനം പോക്കട്ടെ, മാംസം പിടിക്കട്ടെ, തുക്ക് പൊതിയട്ടെ, സൈന്യമായി എഴുന്നേൽക്കട്ടെ. ഇല്ലാത്തത് ഉളവാകുകയാണ്. നീ വാലല്ല, നീ തലയാകും, നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പറയാം. നീ ചെയ്തല്ല സാധിക്കും. പല പേരിലായിരിക്കും നീ അറിയപ്പെടുന്നത്. അല്ല, നീ അതല്ല നിന്റെ അർത്ഥം. യാക്കോബേ അതല്ല നിന്റെ അർത്ഥം. യാക്കോബേ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, യാക്കോബേ അതല്ല നിന്റെ, നീ ഇസ്രായേലാണ്. ഓ, നീ ആടിയുളയുന്ന ഞാങ്ങണയല്ല, നീ ശീമോനല്ല, നീ പത്രോസാണ്. നീ പേടിത്തൊണ്ടനായ ഗിദെയോനല്ല. ഓ, നിന്നെ പരാക്രമശാലി എന്ന് വിളിക്കുകയാണ്. ഇന്ന് പകൽ പലരുടെ പേര് ദൈവം മാറ്റുകയാണ്. നീ അബ്രഹാമല്ല, നീ അബ്രഹാമ. ഓ, തലങ്ങൾ മാറുകയാണ്. ബീദാര, ലീരബ, വൗഡഖ, മാന, റാബാൻ, ധനാര. അഭിഷേകം ഇറങ്ങുകയാണ്, ദുഃഖങ്ങളെ പൊട്ടിക്കുകയാണ്. എത്ര കോട്ടകൾ, ദുഷ്ടപിശാച് കെട്ടിവെച്ച കോട്ടകൾ, ആത്മാവിന്റെ ശക്തിയിൽ എൻ്റെ ബലങ്ങൾ തകരുകയാണ്. വ്യഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ യാക്കോബിനെ ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായി നോ വെപ്പൻ ദാറ്റ് ഈസ് സ്പോൺസർഡ് പ്രോസ്പർ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. അതിൻ്റെ മുനകളെ ദൈവം തകർത്ത് കളയുകയാണ്. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിറവ് അവരുടെ മേൽ പകരണമേ, ഒരു കൃപ പകരണമേ, വിശ്വാസത്തിൽ വർദ്ധിക്കട്ടെ, വൻകാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഇനി കാണും വരെ സർവശക്തനായ ദൈവം അവൻ്റെ ചെറയിൽ നിങ്ങളെ മറക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.